വെനിസുലയിൽ അമേരിക്കക്ക് പൂട്ട് വീഴുമെന്ന് റഷ്യയുടെ മീഡിയകളും ഇറാൻ്റെ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ മുൻപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷ് സദ്ദാം ഹുസൈനോട് പറഞ്ഞിരിക്കുന്ന ചില പ്രയോഗങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വെനിസുലയുടെ പ്രസിഡൻറ്റിനോട് പറഞ്ഞത്. തങ്ങളും തങ്ങൾക്ക് സുരക്ഷിതരായിരിക്കുന്ന അല്ലെ ബന്ധുക്കളായിരിക്കുന്ന ആളുകളും രാജ്യം വിട്ടു പോകണം എന്നുള്ളതാണ്. സ്വതന്ത്ര റിപ്പബ്ലിക്കായിരിക്കുന്ന വെനിസുലയോട് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആ രാജ്യത്തു നിന്ന് രാജ്യം വിട്ടു പോകണം എന്ന് പറയുന്നത് ധിക്കാരപരമായിരിക്കുന്ന കാര്യമാണ്. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വെനിസുലയുടെ തീരുമാനം. പ്രതിരോധമുണ്ടാക്കുക, ആക്രമിച്ചാൽ തിരിച്ചടിക്കുക എന്നീ കാര്യങ്ങളിലേക്ക് വലിയ തകൃതിയായിരിക്കുന്ന ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെനിസുലയുടെ ഭരണാധികാരികളും സൈനികരും ചേർന്നുകൊണ്ട് നടത്തുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇതിനിടയിൽ രണ്ട് സംഭവങ്ങളാണ് വളരെ പ്രാധാന്യമായി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയിൽ വന്നത്. അതിലൊന്ന് വെനിസുല ഇറാൻ്റെ സഹായം തേടി എന്നുള്ളതാണ്. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആക്രമണമോ സംബന്ധമായിരിക്കുന്ന മറ്റെന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മിസൈലുകൾ പോലെയും പ്രതിരോധ സംവിധാനങ്ങൾ പോലെയുമുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് തങ്ങളെ സഹായിക്കണം എന്ന തരത്തിലാണ് വെനിസുല ഇറാനോട് ആവശ്യപ്പെട്ടത്. അത് നൽകാൻ തയ്യാറാണ് എന്ന് ഇറാൻ അതിന് മറുപടി നൽകുകയും ചെയ്തു. അതോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: റഷ്യയോടും സഹായം തേടിയിട്ടുണ്ട് എന്നുള്ളത്. തങ്ങളുടെ രാജ്യം സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് റഷ്യ എന്ന് പറയുന്ന രാജ്യം തങ്ങളെ സഹായിക്കണം. ഇതാണ് അടിസ്ഥാനമായിട്ട് റഷ്യയോട് സഹായം തേടി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് റഷ്യ തിരിച്ച് വെനിസുലയ്ക്ക് ഏത് തരത്തിലുള്ള വാക്കാണ് നൽകിയത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ അവർ സഹായം നൽകുകയാണെങ്കിൽ അതൊരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നും റഷ്യയും അമേരിക്കയും നേരിട്ട് ആക്രമിക്കുന്ന സാഹചര്യങ്ങളാണ് അവിടെ സൃഷ്ടിക്കപ്പെടുക എന്ന അഭിപ്രായം പുറത്തു വരുന്നു. അതിൻ്റെ കാര്യം റഷ്യ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന രണ്ട് യുദ്ധങ്ങൾ, ഒന്ന് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം, അതോടൊപ്പം തന്നെ നേരിട്ടല്ലെങ്കിൽ പോലും പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിലെല്ലാം ഒരു പക്ഷത്ത് റഷ്യയും മറ്റൊരു പക്ഷത്ത് അമേരിക്കയും നിൽക്കുന്നു. അവരുടെ സർവാധിപത്യവും ഏകാധിപത്യവും കൊടികുത്തി വായുന്ന ഒരു പ്രാകൃത രീതിയിലേക്ക് അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും എത്തുക എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ആയതിനാൽ റഷ്യയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിലേക്ക് ഇടപെടുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇറാൻ്റെയും റഷ്യയുടെയും നേരിട്ടുള്ള സഹായം വെനിസുലയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ആയുധങ്ങളായിരിക്കും അമേരിക്കയുടെ ആയുധത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് ഉറപ്പായിരിക്കുന്ന കാര്യമാണ്. ഇത്തരമൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള മുറിപ്പാട് അതിനാൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കരീബിയൻ കടലിൽ നിലവിൽ 5ഓളം യുദ്ധക്കപ്പലുകളുണ്ട്. അത് അവിടെ ലാൻഡ് ചെയ്തിട്ട് ഏകദേശം 5 ദിവസത്തിൽ അധികമായി. പക്ഷേ അവർ ഭീഷണിപ്പെടുത്തുന്നു എന്നല്ലാതെ ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഭീഷണിയുടെ സ്വരങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്നു എന്നതിനപ്പുറമായ രീതിയിൽ യുദ്ധസമാന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു പ്രവൃത്തി അമേരിക്ക ചെയ്യാത്തത് വളരെ തന്ത്രപൂർവ്വം ഈ വിഷയം കൈകാര്യം ചെയ്യുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അത് പല ഘട്ടങ്ങളിലായിട്ട് മീഡിയക്കാർ അത് റിപ്പോർട്ട് ചെയ്യുന്നു. മുൻപത്തെ പോലെ ആയിരിക്കില്ല, ഒറ്റപ്പെടുത്തി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ഇനി നടക്കുകയില്ല എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് സുഡാനിൽ അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കാത്തത്, ഉക്രൈനിൽ അമേരിക്കക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കാത്തത്, ഗസയിൽ ഇസ്രായേലിന് വിജയിക്കാൻ വേണ്ടി സാധിക്കാത്തത്. ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന പ്രവർത്തന രീതികളുടെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി ചേർന്നുകൊണ്ടും സംഘടിച്ചു കൊണ്ടുമുള്ള ആക്രമണത്തെ അമേരിക്ക പ്രതിരോധിക്കേണ്ടി വരും. ഈ ഒരു സമീപനം പല ഘട്ടങ്ങളിലും ഇറാൻ പരോക്ഷമായിട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക ഇടപെടുന്ന വിഷയങ്ങളിലെല്ലാം ഏറെക്കുറെ അവർ വിജയിക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ടുണ്ടാവുന്ന കാര്യമാണ്. അത് പല വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അത് യുക്രൈനുമേൽ തുടങ്ങിയിരിക്കുന്ന യുദ്ധത്തിന് ശേഷം ഇടപെട്ട ഒരു വിഷയത്തിലും അമേരിക്കക്ക് വിജയമുണ്ടായിട്ടില്ല, പരാജയമാണ്. ഏറ്റവും ചുരുക്കി പറയുന്ന സമയത്ത് യമൻ എന്ന് പറയുന്ന രാജ്യം സൈനിക ബലത്തിൽ ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് 60-ൽ താഴെ 100-നോട് ചേർന്നുള്ള രാജ്യമാണ്.
അമേരിക്കയുടെ സൈനിക ബലം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒന്നാം നമ്പറായിട്ട് നിലനിൽക്കുന്നു. ഒന്നാം നമ്പറായിരിക്കുന്ന അമേരിക്കയും 100ൻ്റെ അടുത്ത സ്ഥാനത്തുള്ള യമനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അവിടെ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് ഏറെക്കുറെ അമേരിക്ക തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതൊരു സങ്കീർണമായിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നും അതിജീവിക്കാൻ സാധിക്കുക വലിയ പ്രയാസമാണെന്നും അവരെന്ന് പറയുന്ന സമയത്ത് യമൻ അമേരിക്കയ്ക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ വേഗതയും ശക്തിയും കൃത്യമായ രീതിയിൽ അളക്കാൻ പറ്റാത്ത വിധം ബലമുള്ളതും ശക്തിയുള്ളതുമാണ്. ആയതിനാൽ നമ്മൾക്കത് അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവിടെ ഒമാൻ്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥതയോടുകൂടി പ്രശ്നം തീർക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം പിന്നീട് ഒഴുകി എത്തുന്നത് വെനിസ്വലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. വെനിസ്വല തന്നെ ചരിത്രപരമായ രീതിയിൽ അമേരിക്കക്കെതിരെ എല്ലാ കാലത്തും നിലയുറപ്പിച്ച കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇപ്പോൾ അവിടെ വിജയിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൻ്റെ പ്രതിപക്ഷത്തെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ, അതായത് ഇടതുപക്ഷത്തെ അംഗീകരിക്കില്ല, വലതുപക്ഷത്തോടൊപ്പമാണ് തങ്ങളെന്നോ വലതുപക്ഷമായിട്ടുള്ള പ്രതിപക്ഷത്തെ തങ്ങൾ അവിടുത്തെ പ്രസിഡൻ്റായിട്ട് അംഗീകരിക്കുന്നു എന്നൊക്കെ അമേരിക്ക മണ്ടത്തരമായിരിക്കുന്ന കുറേ നിലപാടുകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഓരോരോ രാജ്യത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഈ പൂർണ്ണതയോ അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ കൈകാര്യം ചെയ്യേണ്ടത് ആ രാജ്യമാണ്. അതിൽ മറ്റൊരു രാജ്യത്തിന് പ്രത്യേകിച്ച് റോളോ കാര്യങ്ങളോ ഇല്ല. അമേരിക്കൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് ഏതൊക്കെ തരത്തിലുള്ള നയങ്ങളും നിലപാടും ഉണ്ട് എന്ന് പറയേണ്ടത് വെനിസ്വലയോ മറ്റേതോ രാജ്യമല്ല, ആ രാജ്യത്തിലെ ജനങ്ങളുമാണ്. ഇത് എല്ലാ രാജ്യത്തിനും അനുവദിച്ചു കൊടുക്കണം എന്നുള്ള നിലപാട് മുൻപ് തന്നെ റഷ്യ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനം മറ്റു ലോക രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് എന്ന് ചുരുക്കം. അമേരിക്ക ഇപ്പോൾ ഞെട്ടിയിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, തങ്ങൾ വെനിസ്വലയെ ആക്രമിച്ചാൽ ആ മേഖലയിൽ തങ്ങൾക്കെതിരെ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ റഷ്യയുടെ ഭാഗത്തുനിന്നും ഇറാൻ്റെ ഭാഗത്തും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ചൈന നിലപാട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇറാൻ്റെയും റഷ്യയുടെ ഒപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ച രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർ ഈ മേഖലയിൽ ഇത്ര വൻതോതിൽ ആയുധങ്ങൾ ഈ വെനിസ്വല സർക്കാരിന് അല്ലെങ്കിൽ വെനിസ്വലയിലെ സൈന്യത്തിന് നൽകിക്കൊണ്ട് തങ്ങൾക്കെതിരെ പ്രത്യാക്രമണം നടത്തുന്ന ഒരു രീതി ഉണ്ടായാൽ കരീബിയൻ കടലിൽ കരിഞ്ഞു പോകും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.